ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. മണിപ്പൂരിന് സമാനമായി മഹാരാഷ്ട്രയിൽ അക്രമ പരമ്പരകൾക്ക് സാധ്യതയുണ്ടെന്ന ആശങ്ക പ്രകടിപ്പിച്ച് NCP തലവൻ ശരത് പവാർ. എന്നാൽ പരസ്പര സൗഹാർദ്ദം പ്രോത്സാഹിപ്പിച്ച നേതാക്കന്മാരുടെ പാരമ്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഇതുവരെ സംസ്ഥാനത്ത് അത്തരമൊരു സംഘർഷം ഉണ്ടാകാത്തതെന്നും ശരത് പവാർ പറഞ്ഞു. നവി മുംബൈയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പവാർ തന്റെ ആശങ്ക പങ്കുവച്ചത്. മണിപ്പൂരിലെ അക്രമം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെയും വിമർശിച്ചുകൊണ്ടായിരുന്നു പവാർ സംസാരിച്ചത്. മണിപ്പൂരിൽ കലാപമുണ്ടായി. കർണാടക പോലെ അയൽ സംസ്ഥാനങ്ങളിലും സമാനമായത് ആവർത്തിച്ചു. അടുത്ത കാലത്തായി മഹാരാഷ്ട്രയിലും കലാപം ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഐക്യവും സമത്വവും പ്രോത്സാഹിപ്പിച്ച നിരവധി പ്രമുഖരുടെ പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അകന്നു നിൽക്കുന്നതെന്നും ശരത് പവാർ പറഞ്ഞു. ആളുകൾ പരസ്പരം ആക്രമിക്കുന്നു, വീടുകൾക്ക് തീയിടുന്നു, ഒട്ടേറെ പേർ കൊല്ലപ്പെടുന്നു, സ്ത്രീകളെ നഗ്നരായി തെരുവിലൂടെ നടത്തുന്നു. ഇതാണ് ഏറ്റവും മോശം സാഹചര്യം. പ്രധാനമന്ത്രി മോദി അവിടെ പോയി ജനങ്ങളുടെ വിശ്വാസം നേടേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എന്നും പവാർ കുറ്റപ്പെടുത്തി. കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടാനാണ് പവാർ മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ തണുപ്പൽ മട്ടിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തെ അദ്ദേഹം വിമർശിച്ചു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഒരു കൂട്ടം ആളുകളുമായി സംസാരിക്കുമ്പോൾ സർക്കാരിലെ മറ്റുള്ളവർ വിവിധ ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടത്തുകയാണെന്നും ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും പവാർ പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ പവാർ കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ സംവരണം സംബന്ധിച്ചാണ് കാര്യമായ ചർച്ച നടന്നത്. മണിപ്പൂരിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ കാണാൻ ഡൽഹിയിൽ വന്നിരുന്നു. അവർ ഞങ്ങൾക്ക് നൽകിയ വിവരണത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. തലമുറകളായി സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് ഒരുമിച്ച് ജീവിച്ച മണിപ്പൂരികൾ ഇന്ന് പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറല്ല. ഈ പ്രശ്നം പരിഹരിക്കാനും ക്രമസമാധാനം നിലനിർത്താനും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. എന്നാൽ അവർ അക്കാര്യം ചെയ്തില്ല, ശരത് പവാർ പറഞ്ഞു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രധാനമന്ത്രിക്ക് അവിടെ പോയി ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് ഒരിക്കൽ പോലും തോന്നിയില്ലെന്നും പവാർ കൂട്ടിച്ചേർത്തു. മെയ് 3-നാണ് മണിപ്പൂരിൽ കുക്കി, മെയ്തി വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചതും പിന്നീട് വംശീയ കലാപത്തിലേക്ക് വഴിമാറിയതും. ഇന്നും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.